നമസ്കാരം. ഏപ്രിൽ 25 ലോക മലമ്പനി ദിനമായി ആചരിക്കുകയാണ്. നമുക്കേവർക്കും അറിയാം, മലമ്പനി ഇന്ന് ധാരാളം കേസുകൾ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏകദേശം 108ഓളം രാജ്യങ്ങളിൽ മലമ്പനി നമ്മൾ കാണുന്നുണ്ട്. 250 മില്യൺ കേസുകളാണ് ഓരോ വർഷവും ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മില്യൺ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി നമ്മൾ 2030 മലമ്പനി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു യജ്ഞത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ ഒരു 4-5 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും മലമ്പനി ഒരു വർഷം മുഴുവൻ കാണുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. നമ്മളതിനെ എൻഡമിക് മലേറിയ എന്ന് പറയും. കേരളം ഈ ഒരു പട്ടികയിൽ പെടുന്നില്ല എങ്കിലും കേരളത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ കാരണമായ രോഗാണു 5 തരമാണുള്ളത്. ആ 5 തരം രോഗാണുവും നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, ഒവേൽ, ഫാൾസിപ്പാരം, മലേറിയ, നോവൽസി. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ മലേറിയയുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്, ഇതില്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു സന്ദേശത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മലമ്പനി നമുക്ക് ഒരു വ്യക്തിയിൽ കിട്ടുന്നത് ഇതൊരു കൊതുകുജന്യ രോഗമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണിത് പരത്തുന്നത്. ശുദ്ധജലത്തിലും അല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും ഇത് ബ്രീഡ് ചെയ്യും. യൂഷ്വലി ഇത് അകത്ത് റെസ്റ്റ് ചെയ്യുകയും രാത്രി കാലങ്ങളിലാണ് ഇത് ബൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. രോഗാണുവാഹകൻ ആയ ഒരു കൊതുക് ഏകദേശം 10 മുതൽ 20 ദിവസം വരെയാണ് കണക്കെങ്കിലും ഒരു 10 ദിവസം കഴിയുമ്പം തൊട്ട് അത് രോഗം പരത്താൻ പ്രാപ്തമാവും. ഈ കൊതുകിൻ്റെ കടിയേറ്റ വ്യക്തികൾക്ക് ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പം അവർ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. ആദ്യമായി രോഗലക്ഷണങ്ങൾ നമ്മൾ ഒരു കോൾഡ് സ്റ്റേജ് എന്ന് പറയും. അത് ഒരു 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ആ ലക്ഷണങ്ങൾ കാണിക്കുക. ദേഹം നല്ലപോലെ തണുക്കുകയും ഒരു ഓക്കാനം, തലവേദന, കിടുങ്ങൽ, അത് കഴിഞ്ഞ് പതുക്കെ ശരീരം ചൂടിലേക്ക് പോകുന്നൊരു അവസ്ഥയാണ്. ഇത് കഴിഞ്ഞ് ഹോട്ട് സ്റ്റേജ് എന്ന് പറയും. ടെമ്പറേച്ചർ ശരീരത്തിൻ്റെ ക്രമാതീതമായി ഉയരുകയും സ്കിന്നൊക്കെ ഡ്രൈ ആയി നല്ല ചൂടായിട്ട് അനുഭവപ്പെടുകയും ഭയങ്കരമായ ക്ഷീണവും ഇതോടൊപ്പം തന്നെ കിടുങ്ങൽ പോലെ കാണും. ഇത് ഏകദേശം 2 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ ഈ അവസ്ഥ തുടരാം. അത് കഴിഞ്ഞ് നല്ലവണ്ണം ദേഹം വിയർത്ത്, നമ്മൾ സ്വെറ്റിംഗ് എന്ന് പറയും, വിയർത്തിട്ട് ക്ഷീണിച്ചതിനായിട്ട് നമ്മൾ ആ വ്യക്തി, രോഗബാധിതനായ വ്യക്തി കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഈ രോഗലക്ഷണങ്ങൾ കാണാം. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ള ഒരു വ്യക്തി ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലോ അതല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലോ താലൂക്ക് ആശുപത്രിയോ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ചെല്ലുകയും അവരുടെ ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സ തരണം. സ്വയം ചികിത്സ ഒഴിവാക്കണം. കാരണം ഈ സമയത്ത് നമ്മുടെ രക്തപരിശോധനയിലൂടെ തന്നെ ഈ രോഗാണു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ഇദ്ദേഹം രോഗബാധിതനാണോ അല്ലയോ എന്നും നമുക്കറിയാൻ കഴിയും. വളരെ സിമ്പിളായുള്ള ടെസ്റ്റുകളാണ് ഈ പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ വിരൽത്തുമ്പിൽ നിന്നെടുക്കുന്ന രക്തം കൊണ്ടുണ്ടാക്കിയ സ്മിയർ വഴി പരിശോധിച്ചറിയാൻ പറ്റും. അതല്ലെങ്കിൽ കാർഡ് ടെസ്റ്റുകളുണ്ട്, റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയും. ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിനകത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഇദ്ദേഹം രോഗബാധിതനാണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് രോഗബാധിതമായ സംസ്ഥാനങ്ങളിലോ രോഗബാധിതയുള്ള രാജ്യങ്ങളിൽ നിന്നോ വരുന്നവർക്ക് വന്നു കഴിഞ്ഞ് ഒരു 12 ദിവസം മുതൽ 28 ദിവസത്തിനകത്ത് പനിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അവർ എത്രയും പെട്ടെന്ന് ഈ യാത്രയുടെ വിവരങ്ങൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനോടൊപ്പം ഈ യാത്രയുടെ വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇതിനുള്ള മരുന്നുകളും നമുക്ക് ലഭ്യമാണ് ആശുപത്രിയിൽ. അപ്പം നമ്മൾ സാധാരണയായി ചെയ്യുന്നത്, ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചാൽ ഇത് ഏത് രോഗാണു മൂലമാണെന്നുള്ളത് നമ്മൾ നോക്കും. അത് പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ ക്ലോറോക്വിൻ, പ്രൈമാക്വിൻ ചേർന്നുള്ള ചികിത്സാ രീതി 2 ആഴ്ച എന്നുള്ളത് നമ്മൾ കൃത്യമായി കഴിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തം നേടുകയുള്ളൂ. പകുതി ചികിത്സ കഴിച്ചാൽ, പകുതി ഗുളിക മാത്രം എടുത്ത് ചികിത്സ തേടിയാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും രോഗമുക്തമാവുകയില്ല. പിന്നീട് റിലാപ്സ് ആയിട്ട് 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ അസുഖം ഉണ്ടാകുന്ന രീതി വരും. ഇതുകൂടാതെ ഫാൾസിപ്പാരം മലേറിയ ആണ് എങ്കിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇത് തലച്ചോറിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും അപകടകാരിയാകുന്നത്.
അപ്പം ഇതിന് നമ്മളിപ്പോൾ ആർട്ടിമിസിൻ പറഞ്ഞ ഗുളിക ആർട്ടിസുനേറ്റ് ഒരു സൾഫഡോക്സിൻ പൈറമെത്തമിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റും ഒപ്പം പ്രൈമാക്വിനും നമ്മൾ എടുക്കണം. അത് ഒരു 3 ദിവസം എടുക്കുന്ന ഒരു ചികിത്സയാണ്, അത് തുടരേണ്ടതാണ്. ചിലർക്ക് ഇത് രണ്ടും ചേർന്നുള്ള അസുഖം വരും. അപ്പം ഈ ACT എന്ന് പറയുന്ന ഡ്രഗിനോടൊപ്പം തന്നെ പ്രൈമാക്വിൻ ചേർത്ത് ഒരു 14 ദിവസത്തെ ചികിത്സ അവരെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം പണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുമായിരുന്നു. മലമ്പനി ധാരാളം ഉണ്ടായിരുന്നൊരു സമയത്ത് ഏത് പനിയും മലമ്പനിയാകാം, അതുകൊണ്ട് നിങ്ങൾ രക്തപരിശോധന നടത്തൂ എന്നുള്ളത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, രോഗലക്ഷണങ്ങൾ മാത്രമല്ല ഭേദമാകേണ്ടത്, പൂർണ്ണമായും രോഗത്തിൽ നിന്ന് മുക്തി നേടേണ്ടതുണ്ട്. അതിന് നമ്മൾ എപ്പോഴും പറയും, ഇതിന് പ്രിസംപ്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, പനി വരുമ്പോൾ 2 ക്ലോറോക്വിൻ കഴിച്ച് ലക്ഷണങ്ങൾ മാറ്റുന്ന ചികിത്സയല്ല നമ്മൾ ചെയ്യുന്നത്. പൂർണ്ണമായും ഉള്ള റാഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ എടുക്കണം. അതൊരു സർക്കാർ ആശുപത്രിയിൽ പോയി ഈ ഗുളിക മേടിച്ച് ഈ ചികിത്സ പൂർത്തീകരിക്കേണ്ടതാണ്. ഇതോടൊപ്പം രോഗബാധിതമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ പ്രതിരോധം എടുക്കേണ്ടതാണ്. ഈ പ്രതിരോധം എന്താണെന്ന് നോക്കാം. 2 തരം പ്രതിരോധ മരുന്നുകൾ നമ്മൾക്ക് നൽകാൻ പറ്റും. ഒന്ന് ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന ഗുളിക യാത്ര തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ നമ്മൾ കഴിച്ചു തുടങ്ങും. ദിവസേന 1 വെച്ച് യാത്ര ചെയ്ത സ്ഥലത്ത് താമസിക്കുന്ന സമയത്തോളം അത് തുടരുകയും തിരിച്ചു വന്ന് 4 ആഴ്ച സമയത്തേക്ക് നമ്മൾ ആ ഗുളിക തുടരേണ്ടതുമാണ്. അതല്ല മെഫ്ലോക്കിനാണ് കഴിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ 1 വെച്ച് അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഒപ്പം ആ സ്ഥലത്ത് പോയതിന് ശേഷം ആഴ്ചയിൽ 1 വെച്ച് തുടരുകയും തിരിച്ച് വന്നതിന് ശേഷം ഒരു 4 ആഴ്ച സമയം ഈ ഗുളിക തുടരേണ്ടതുമാണ്. മലമ്പനി ബാധിതർ നമ്മൾ ഒരു 3 വർഷത്തേക്ക് നമ്മൾ രക്തം ദാനം ചെയ്യുകയില്ല. കാരണം അഥവാ ഇത് മുഴുവൻ ചികിത്സ എടുത്തിട്ടില്ല, രോഗാണു രക്തത്തിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ചിലപ്പം അത് നമ്മൾ പൂർണ്ണമായും അത് ഉണ്ടെങ്കിൽ അത് സേഫ് അല്ല. ചിലപ്പം മലമ്പനി മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതുകൂടാതെ നമ്മളൊരു സാമൂഹിക ബോധമുള്ള വ്യക്തികൾ എന്ന നിലയിൽ ഇതിൻ്റെ പ്രതിരോധത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞു ഇതൊരു കൊതുകുജന്യ രോഗമാണ്. പകർത്തുന്നത് അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ്. അപ്പോൾ ഇത് വളരുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം, നമ്മൾ ടൗണിലൊക്കെ ആണെങ്കിൽ ഓവർ ഹെഡ് ടാങ്ക്സ് മൂടിയില്ലാതൊക്കെ വെച്ചാൽ എവിടെ വെള്ളം കണ്ടോ അത് ബ്രീഡ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. അതായത് ഡ്രൈ ഡേ നമുക്ക് ആചരിക്കാം. സ്കൂളുകളിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസവും, ഓഫീസുകളിൽ ശനിയാഴ്ച ദിവസവും, വീടുകളിൽ ഞായറാഴ്ച ദിവസവുമാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുവാനായി പറയുന്നത്. അതായത് ഉറവിട നശീകരണം, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക, ടാങ്കുകളും മറ്റും മൂടിയിട്ട് കവർ ചെയ്യുക, ഒപ്പം തന്നെ കിണറുകൾ വലയിട്ട് മൂടുക. അങ്ങനെ കൊതുക് അതിൻ്റെ അകത്ത് ബ്രീഡ് ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അഥവാ കൊതുകിൻ്റെ സാന്ദ്രതയുള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് സ്വന്തമായി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാം. ഓയിൻമെൻറ്റ്സ് ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് വെളിയിൽ ജോലിയുടെ ഭാഗമായിട്ട് പോകുമ്പം ചിലപ്പം വർക്കേഴ്സിനൊക്കെ വെളിയിൽ കിടക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡ് ഇംപ്രഗ്നേറ്റ് ചെയ്ത നെറ്റ്സ് ഉണ്ട്. അപ്പോൾ മൊസ്കിറ്റോ അതിനകത്ത് കയറില്ല. അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള സുരക്ഷിത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമുക്ക് ബയോളജിക്കൽ മെത്തേഡ്സ് പോലെയുള്ള ഗപ്പി കാമ്പൂസിയ പോലുള്ള കൂത്താടി ഭോജ്യ മത്സ്യങ്ങളെ നമുക്ക് നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. അപ്പം അതുവഴി നമുക്ക് രോഗം കിട്ടുന്നത് ഒഴിവാക്കാം. അപ്പോൾ മലമ്പനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി ചികിത്സ നേടുക. ചികിത്സ പൂർണ്ണമായും തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. പാതി ചികിത്സ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒപ്പം പ്രതിരോധം, മലമ്പനി ബാധിത പ്രദേശത്തോട് പോകുന്നവർ നമ്മൾ പ്രതിരോധ മരുന്നുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇതൊരു കൊതുകുജന്യ രോഗമാകുകയാൽ നമ്മൾ കൊതുക് നശീകരണത്തിനുള്ള യജ്ഞത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാകാം. ഈ വർഷത്തെ സന്ദേശം തന്നെ അതാണ്, കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരായ പോരാട്ടം ത്വരിതപ്പെടുത്താമെന്നുള്ളതാണ്. അപ്പം ആ ഒരു സന്ദേശം എല്ലാവരിലും എത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.